അല്ലേ? അതുകൊണ്ട് പെട്ടെന്ന് പേര് കേട്ടപ്പോ നമ്മൾ മാലിന്യ അനൗൺസ് ചെയ്തപ്പം ചേട്ടന് തോന്നി ചേട്ടന്റെ പേരായിരിക്കും നിങ്ങൾ പറഞ്ഞ പോലെ. അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് അദ്ദേഹം കയറി വന്നതാണ്. നമ്മള് 426 എന്നല്ല പറഞ്ഞത്, 246 എന്നാണ് അനൗൺസ് ചെയ്തത്. 246. അതുകൊണ്ട് ഞാൻ സ്പോൺസർ ചെയ്ത 10,000 രൂപ ഞാൻ ചേട്ടന് നിങ്ങളുടെ എല്ലാവരും അവലോകത്തോടെ കൈമാറും. മനസ്സിൽ അച്ഛനെ പോലെയോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരാളെ പോലെയോ ഒക്കെ തന്നെ അതേ സ്റ്റെപ്പ് കയറി വരുമ്പോ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ഫീലിങ്സ് ഒരുപോലെയാണ്. വിജയേട്ടനൊക്കെ അത് ഉള്ളുകൊണ്ട് തൊട്ടറിഞ്ഞതാണ്. മനസ്സിയുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ സമ്മാനം ചേട്ടൻ നൽകുകയാണ്. ഇതൊരു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് നടി അനുശ്രീ. കാരണം എന്താണെന്നും പറയണ്ടല്ലോ, നമ്മൾ ആ വീഡിയോയിൽ കണ്ടതാണല്ലോ. എന്തായാലും അനുശ്രീയുടെ നല്ല മനസ്സിനെ കൈയടിച്ചുകൊണ്ടാണ് ഇപ്പോൾ മലയാളികൾ രംഗത്ത് വന്നിരിക്കുന്നത്. നടി ഉദ്ഘാടനത്തിന് എത്തിയ കടയുടെ ഒരു നറുക്കെടുപ്പിലെ സമ്മാനം ലഭിച്ചത് തനിക്കാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു വയോധികൻ സ്റ്റേജിലും എത്തിയിരുന്നു. ബദ്ധം മനസ്സിലായി തിരിച്ചു നടന്ന ചേട്ടനെ കണ്ട് അനുശ്രീക്ക് കണ്ണീര് മറച്ചു വെക്കാനായില്ല. അദ്ദേഹത്തിന്റെ സങ്കടം കണ്ട അനുശ്രീ വേദിയുടെ പിന്നിലേക്ക് മാറി കരയുന്നതും, അതുപോലെ നിരാശനായ ആ ഒരു വയോധികന് പിന്നീട് കടയുടമ സമ്മാനത്തിന് തുല്യമായിട്ടുള്ള ഒരു തുക പാരിതോഷികമായിട്ട് നൽകിയപ്പോൾ തന്റേതായിട്ടുള്ള ഒരു സമ്മാനം നൽകാൻ അനുശ്രീയും മറന്നില്ല. ആ ചേട്ടന് പൈസ കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല എന്ന അനുശ്രീയുടെ വാക്കുകളാണ് ഇപ്പോൾ വാനോളം പുകഴ്ത്തുകയാണ് സോഷ്യൽ മീഡിയ. ആലപ്പുഴയിലെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു അനുശ്രീ. ഉദ്ഘാടനത്തോടൊപ്പം ഒരു നറുക്കെടുപ്പും ഉണ്ടായിരുന്നു. നറുക്കെടുപ്പിൽ വിജയി തിരഞ്ഞെടുത്തത് നടി അനുശ്രീ തന്നെയായിരുന്നു. 10,000 രൂപ സമ്മാനം കിട്ടിയ കൂപ്പൺ നമ്പർ മൈക്കിലൂടെ പ്രഖ്യാപിച്ചപ്പോൾ തന്റെ നമ്പറിനാണ് സമ്മാനം എന്ന് കരുതി ഒരു വയോധികൻ വേദിയിലേക്കും എത്തി. എന്നാൽ അദ്ദേഹത്തിനല്ല, മറ്റൊരാൾക്കാണ് ആ ഒരു സമ്മാനം എന്ന് അവതാരക പറഞ്ഞതോടെ വയോധികൻ നിരാശയോടെ ആ ഒരു വേദി വിട്ടു പോകുന്നതൊക്കെ നമ്മൾ ആ വീഡിയോയിൽ കാണാം. വേദിയിൽ അനുശ്രീ, ഫുട്ബോൾ ഇതിഹാസമായ IM വിജയൻ എന്നിവരും ഉണ്ടായിരുന്നു. നിരാശയോട് മടങ്ങിയ വയോധികനെ കണ്ട് അനുശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞു. ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ആ ഒരു വയോധികനെ തിരിച്ചു വിളിക്കണമെന്ന് അനുശ്രീ ആവശ്യപ്പെടുകയായിരുന്നു. ചേട്ടാ, 10,000 രൂപ തരാമോ? ഞാൻ GPay ചെയ്യാം, ആ അങ്കിളിന് കൊടുക്കാനാണ് എന്ന് അനുശ്രീ പറയുമ്പോൾ അത് ഞാൻ കൊടുത്തു എന്നാണ് കടയുടമ പറയുന്നത്. അല്ല, എനിക്കും കൊടുക്കണം, ആ അങ്കിളിന് പൈസ കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് അനുശ്രീ പറഞ്ഞപ്പോൾ വരൂ ഞാൻ തന്നേക്കാം എന്നാണ് ആ ഒരു കടയുടമ പറയുന്നത്. പിന്നീട് സ്ഥാപന ഉടമ വയോധികന് 10,000 രൂപ സമ്മാനം നൽകിയപ്പോൾ തന്റേതായിട്ടുള്ള ഒരു സമ്മാന തുക അനുശ്രീയും അദ്ദേഹത്തിന് നൽകി. വീഡിയോ പുറത്തു വന്നതോടെ അനുശ്രീയെ അഭിനന്ദിച്ച് നിരവധി പേരാണ് എത്തുന്നത്. അനുശ്രീയുടെ നല്ല മനസ്സിനെ വാണോളം പ്രശംസിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ. ഒരു ചെറിയ പൂവ് കിട്ടുമെന്ന് കരുതി പ്രതീക്ഷയോടെ സ്റ്റേജിൽ കയറി വന്ന ചേട്ടന് ഒരു പൂന്തോട്ടം തന്നെ കൊടുത്ത് മനസ്സ് നിറച്ചുവിട്ട അനുശ്രീ എന്നായിരുന്നു ഒരാൾ കമന്റ് ചെയ്തത്. അനുശ്രീയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ അവരുടെ മാതാപിതാക്കളെ ഓർത്തു കാണും. മനുഷ്യനായിട്ട് കാര്യമില്ല, മനുഷ്യത്വം ഉണ്ടാവണം. മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടുമില്ല, എല്ലാവരിലും ഈ ഒരു അംശം ഉണ്ടാകണം എന്നിങ്ങനെയാണ് ഓരോ കമന്റുകൾ വരുന്നത്.